ടൈം ഇങ്ങനെ ടപ്പെന്ന് പറഞ്ഞിട്ട് പോവാണ് ഓരോ ടൈം ഇങ്ങനെ. ഇതിപ്പോൾ ഇന്നലെ കൂടെ റിയലൈസ് ആയില്ല, ഇന്നത്തെ ദിവസം കൂടെ റിയലൈസ് ആയില്ല. എന്ത് ഒരു വർഷം കഴിഞ്ഞു, ഒരു വയസ്സായി. ഇനിയിപ്പോൾ ആളുകൾ വെച്ച് കഴിഞ്ഞാൽ ഒരു വയസ്സായി എന്ന് പറഞ്ഞു. ഇത്രയും കാലം 10 മാസം 11 മാസം പറഞ്ഞത്. അപ്പോൾ ഇന്നത് ഒരു വയസ്സായി. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ 2 വയസ്സ് എന്ന് പറയുന്നത് 3 വയസ്സ് എന്ന് പറയുന്നത്. പ്രശ്നം പ്രധാന പ്രശ്നം അതല്ല, അവന് പ്രായമാകുമ്പോൾ നമുക്കും പ്രായമാകും. അങ്ങനത്തെ ഒരു റിയലൈസേഷൻ കൂടെ ഉണ്ട്. നനഞ്ഞിടറി തൂവാതെ മായാതെ. എൻ്റെ ഓരോ സ്റ്റേജസ് ഭയങ്കര ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ. കാരണം മുട്ടുത്തി ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ നടക്കണമെന്നൊക്കെ, ഇങ്ങനെ മുട്ടുത്തി എന്നൊക്കെ നടക്കുന്നത് ഭയങ്കര ഞാനിങ്ങനെ കൗതുകത്തോടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത് ആ മൂവ്മെൻറ്റിനൊക്കെ. സ്ട്രിക്റ്റ് പാരൻസ് ആവാൻ ഞാൻ റെഡിയല്ല, എന്നെ കൊണ്ട് തന്നെ പറ്റില്ല. ഇവള് അങ്ങനെ തന്നെ ആവാൻ വിചാരിക്കുന്നു. അത് ഇപ്പോൾ കുറേ സ്ട്രിക്റ്റ് ആയിട്ട് എന്താ കാര്യമില്ല. അവർ ജീവിക്കട്ടെ, അവനക്ക് എന്താ വേണ്ടെന്നുള്ളത് അവൻ തീരുമാനിച്ചോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ആഗ്രഹത്തിനൊന്നും അവനെ കിട്ടുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആഗ്രഹത്തിന് ജയിച്ചത്. ഇനി അവൻ്റെ ആഗ്രഹത്തിന് എന്താണ് വേണ്ടതിൽ അതിന് വേണ്ടി നമുക്ക് അവനെ എത്തിക്കേണ്ടത്തോടത്ത് എത്തിക്കാൻ ശ്രമിക്കും. അവനക്ക് ആവശ്യമുള്ള എന്താ വെച്ചാൽ കൊടുക്കാൻ ശ്രമിക്കും. നനഞ്ഞിടറി തൂവാതെ മായാതെ മനം പിടയുമൊരു നോടെ. സോ നോൻ്റെ കാര്യത്തിൽ എൻ്റെ വീട്ടുകാർക്കും മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഒരു സാധാരണ രീതിയിൽ ചിന്തിച്ചിരുന്ന ആൾക്കാരാണ്. അവർക്ക് മറ്റേ മുടി കളച്ചിൽ വേണം. അപ്പം ഞാൻ ആലോചിക്കുന്നത് മുടി കളയാനൊക്കെ ഒരു പ്രത്യേക ഒരു ദിവസം വേണോ? മുടി കളയണമായിരിക്കാം, പക്ഷെ അതിനൊക്കെ ഒരു ദിവസം വേണമെന്നൊക്കെ ആലോചിക്കണം. മുടി കളച്ചിൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എൻ്റെ മാത്രം പ്രശ്നം കേട്ടോ. സത്യത്തിൽ അതിന് ഫുള്ള ഉത്തരവാദിത്തം ഞാൻ മാത്രം ഏറ്റെടുക്കും. അത് ഞാൻ മാത്രമാണ് ഏറ്റെടുക്കാനൊക്കെ. പക്ഷെ അക്കീക്കത്ത് ഞാൻ അടുത്തുണ്ടായിരുന്നു. അക്കീക്കത്ത് അടുത്തിട്ട് ഞങ്ങൾ എത്തിയാൽ ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ രണ്ടുപേരുള്ള നെയ്യത്ത് അതായിരുന്നു. പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ 5ാം മാസത്തിൽ ഒരു ചെറിയ കോംപ്ലിക്കേഷൻ വന്നിരുന്നു. അതെ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു എത്തിങ്ങാന കണ്ടിട്ട്. അൽഹംദുലില്ലാ അത് എത്തിങ്ങാന കിട്ടി. എത്തിങ്ങാന അടിപൊളി കേട്ടോ. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു അന്നത്തെ ദിവസം. അവർക്ക് ഭക്ഷണം കൊടുത്ത് ഭയങ്കര രസമുള്ളൊരു ദിവസമായിരുന്നു അത്. ഈ ആസ് എ ഫാദർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട് എന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലായത് എങ്ങനെയാണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വേറെ ചിന്തിക്കാൻ നിൽക്കില്ല. പക്ഷെ നമുക്ക് സഹതാപമാണ്. ലൈക്ക് എന്താ ചെയ്യുക, ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു പാവം തോന്നല. എങ്ങനെയാണ് ഇതിപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അവനെ ഒന്ന് സഹായിക്കാൻ പറ്റുക എന്നുള്ള ഒരു സംഗതി പറഞ്ഞതൊക്കെ അത് ഇവനിലൂടെ തന്നെയാണ്. ഈ നോനെ കണ്ടതിന് ശേഷമാണ് അങ്ങനത്തെ ഒരു ലൈക്ക് ഒരു ഫാദർ സൺ എന്നുള്ള ബോണ്ട് അവിടെ വന്നിട്ടുണ്ടെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ ചുറ്റും ചേരിയെ കാണാക്കാറ്റായി മറയാതെ കൂടെ കൂടി തുടിച്ചും പാടി പാടി പറഞ്ഞും നീറും മൗനം പകരാതെ. ഉറങ്ങാത്ത ദിവസങ്ങൾ എങ്ങനെ ഉറക്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ കൊണ്ടുപോകും. അവന് വണ്ടിയിലാണ് ഉറങ്ങല്. വണ്ടി കുട്ടിയാണ്. അപ്പോൾ ഈ 2 മണി 3 മണി സമയത്തൊക്കെ വണ്ടി എടുക്കുക, ഒന്നിങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു ലൈക്ക് 6 മണിക്കൂർ ഒരു ഷോർട്ട് ഡ്രൈവ് പോയി കഴിഞ്ഞാൽ അവൻ ഉറങ്ങും. ഞങ്ങൾ മറ്റേ ഫുജേറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നത് 150-200 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോയിട്ട് കുട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ട്. അവന് അപ്പോഴാണ് രാവിലെ 7 മണിക്കത്തെ ഉപ്പാക്കും ജോലിയുണ്ട്, എല്ലാവർക്കും ജോലി ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ വണ്ടിയിൽ നേരെ വിട്ട്. അതൊക്കെ ഒരു അതൊക്കെ ഈ ഒരു വർഷത്തിൽ ഈ ഒരു ദിവസത്തിൽ മെമ്മറി ആയിട്ട് ഓർമ്മ എടുക്കുന്ന സമയത്ത്
ഓർമ്മിപ്പിക്കുന്ന സമയത്ത് നമുക്ക് അതൊക്കെ ഒരു ഓർമ്മ തന്നെയാണ്. പോകാതെ